നടൻ സലീം കുമാറിന്റെ വേർപാട് മലയാള സിനിമാ ലോകത്തിന് എന്നും ഒരു തീരാനഷ്ടമായിരിക്കും. ജീവിതത്തിലെ അവസാന നാളുകൾ കടുത്ത ആരോഗ്യ പ്രതിസന്ധികളിലൂടെയാണ് അദ്ദേഹം കടന്നുപോയിരുന്നത്. ലിവർ സിറോസിസ് എന്ന മാരകമായ കരൾ രോഗമായിരുന്നു അദ്ദേഹത്തെ പിടികൂടിയത്. പലരും കരുതിയിരുന്നത് അമിതമായ മദ്യപാനം കൊണ്ടാണ് അദ്ദേഹത്തിന് ഈ രോഗം വന്നത് എന്നാണ്. എന്നാൽ അതൊരു തെറ്റായ ധാരണയായിരുന്നു. ഒരു തുള്ളി മദ്യം പോലും കഴിക്കാത്ത അദ്ദേഹത്തിന്റെ സഹോദരനും ഇതേ രോഗം ബാധിച്ചിരുന്നു. പാരമ്പര്യമായി അഥവാ ജനിതകമായ കാരണങ്ങളാലാണ് സലീം കുമാറിന് ഈ മാരക രോഗം പിടിപെടുന്നത്. എന്നാൽ രോഗം തിരിച്ചറിഞ്ഞ ആ സമയത്ത് സലീം കുമാർ തിരഞ്ഞെടുത്ത ചില വഴികൾ അദ്ദേഹത്തിന്റെ അസുഖം കൂടുതൽ ഗുരുതരമാക്കി. ഒടുവിൽ രക്തം ഛർദ്ദിച്ച് മരണക്കയത്തിന്റെ അരികിലെത്തിയപ്പോഴാണ് ആ വ്യാജന്മാർ അദ്ദേഹത്തെ കൈയൊഴിയുന്നത്. അന്ന് ആശുപത്രിയിലെത്തി വിദഗ്ധ ചികിത്സയും ശാസ്ത്രീയമായ അവയവമാറ്റ ശസ്ത്രക്രിയയും ചെയ്തതുകൊണ്ട് മാത്രമാണ് പിന്നീട് തനിക്ക് ഇത്രയും കാലം ജീവിക്കാൻ കഴിഞ്ഞത് എന്നും അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയിരുന്നു. ഇത്തരം വ്യാജ ചികിത്സകളെ ആശ്രയിക്കുന്ന ഓരോരുത്തർക്കുമുള്ള ഒരു പാഠമാണ് ഇദ്ദേഹത്തിന്റെ ഈ അനുഭവം. സലീം കുമാറിന്റെ ഈ വാക്കുകൾ എല്ലാവരുടെയും കണ്ണു തുറപ്പിക്കട്ടെ. മഞ്ഞപ്പിത്തം സർവ്വസാധാരണമായ ആളുകൾക്ക് വരുന്ന അസുഖമാണ്. ഇതാരെങ്കിലും പറഞ്ഞാൽ അപ്പോൾ നാട്ടിൽ പറയും, ഇന്ന സ്ഥലത്ത് ഒരു വൈദ്യനുണ്ട്, അയാൾ തരുന്ന പൊടിമരുന്ന് കഴിച്ചാൽ രോഗം മാറുമെന്നൊക്കെ. വൈദ്യര് മരുന്ന് കൊടുത്താൽ മാറുന്ന മഞ്ഞപ്പിത്തം ഒന്നും കഴിച്ചില്ലെങ്കിലും മാറും. പാവപ്പെട്ട ജനങ്ങൾ അത് മനസ്സിലാക്കുന്നില്ല. എനിക്ക് അസുഖമാണെന്നറിഞ്ഞപ്പോൾ സെർച്ച് ചെയ്തു നോക്കിയിരുന്നു. കരൾമാറ്റ ശസ്ത്രക്രിയ മാത്രമേ പരിഹാരമുള്ളൂ എന്നറിഞ്ഞു. എന്നാൽ മറ്റെന്തെങ്കിലും മരുന്നുണ്ടോ എന്ന് ചിന്തിച്ചപ്പോഴാണ് എറണാകുളത്തുള്ള ഒരു DYSP പറഞ്ഞത് കേട്ട് ഒറ്റപ്പാലത്തെ ഒരു വൈദ്യനെ കാണാൻ പോകുന്നത്. അദ്ദേഹം എന്റെ നന്മ കരുതി പറഞ്ഞതായിരിക്കും. ക്യാൻസർ വരെ മാറ്റുന്ന വൈദ്യനാണ് എന്നും കേട്ടു. അവിടെ ചെന്നപ്പോൾ 51 ദിവസത്തിനുള്ളിൽ ലിവർ സിറോസിസ് മാറ്റിത്തരുമെന്ന്. നിലംപരണ്ട എന്നൊരു മരുന്ന് 51 ദിവസം കഞ്ഞിയിലാണ് കുടിക്കാൻ പറഞ്ഞത്. പക്ഷേ 501 ദിവസം കഴിച്ചിട്ടും മാറുന്നില്ല. ഒരു ദിവസം വൈദ്യനെ വിളിച്ചപ്പോൾ അദ്ദേഹം വെല്ലൂർ ക്യാൻസർ സെന്ററിലാണെന്ന് പറഞ്ഞു. ഇതേ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെയാണ് ചേർത്തലയിലുള്ള മറ്റൊരു വൈദ്യനെക്കുറിച്ച് പറയുന്നത്. ഓപ്പറേഷൻ ചെയ്യാനുള്ള പേടിയും ജീവിക്കാനുള്ള മോഹവും കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അവിടെ ചെന്നപ്പോൾ വൈദ്യനൊപ്പം ഒരു ഫിസീഷ്യനും ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് മോഹനൻ വൈദ്യർ. ഇംഗ്ലീഷ് മരുന്നിൽ ഈ രോഗത്തിന് മരുന്നില്ലെന്നും പറഞ്ഞു. തൊട്ടപ്പുറത്ത് ജൈവവളം കൊണ്ട് തയ്യാറാക്കിയ നെല്ല്, ചേനയൊക്കെയുണ്ട്. ഇതേ കഴിക്കാൻ പാടൂ എന്ന് പറഞ്ഞുകൊണ്ട് അതും വാങ്ങണം. എനിക്ക് നെല്ലുണ്ട് എന്ന് പറഞ്ഞാലും ഇത് വാങ്ങൂ എന്ന് പറയും. പശു കഴിക്കുന്ന ഒരു പുല്ലാണ് തന്നത്. അതാണെങ്കിൽ കഴിക്കാനും പറ്റുന്നില്ലായിരുന്നു. കഴിക്കുമ്പോഴേക്കും രക്തം വരികയാണ്. മകനോട് വൈദ്യരെ വിളിക്കാൻ പറഞ്ഞപ്പോൾ അകത്തുള്ള കുറച്ച് രക്തം പുറത്തു കളയാനുള്ള മരുന്നാണ് അത് എന്ന് പറഞ്ഞു. വീണ്ടും വിളിക്കാൻ മകനോട് പറഞ്ഞപ്പോൾ അയാൾ ഫോൺ എടുക്കുന്നില്ല. അയാളെ വിശ്വസിച്ച് പോയതാണ്. 3-4 പ്രാവശ്യം വിളിച്ചപ്പോൾ മറ്റൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനാണ് പിന്നീട് പറഞ്ഞത്. ഇതും DYSPയോട് പറഞ്ഞു. അപ്പോൾ മലയാറ്റൂരിലുള്ള മറ്റൊരു വൈദ്യനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ചെന്നപ്പോൾ 500 തേങ്ങയുടെ വെള്ളമെടുത്ത് കുറുക്കി ലേഹ്യം പോലെയാക്കി തരുന്ന മരുന്നാണ്. രാവിലെ തുടങ്ങി രാത്രി വരെ വറ്റിച്ചാണ് ഭാര്യ അത് തയ്യാറാക്കി തന്നത്. ഭർത്താവിന്റെ അസുഖം മാറാനുള്ള ലേഹ്യമാണല്ലോ എന്നോർത്താണ് അവൾ ചെയ്യുന്നത്. അത് കഴിച്ചു തുടങ്ങിയതും ഛർദി തുടങ്ങി. ഇത് വൈദ്യനോട് പറഞ്ഞപ്പോൾ ശരീരം റിജക്റ്റ് ചെയ്യുന്നതാണെന്നും ശരീരം പൊള്ളുമ്പോൾ ഉപയോഗിച്ചോളൂ എന്നുമാണ് പറഞ്ഞത്. ഇതുപോലത്തെ അനുഭവങ്ങളുള്ള നിരവധി പേരുണ്ട്. വയനാട് ഒരു വൈദ്യൻ എന്നെ ചികിത്സിച്ചെന്നും പറഞ്ഞ് നടക്കുന്നുണ്ട്. ഞാൻ അയാളെ കണ്ടിട്ട് പോലുമില്ല. എവിടെ ചെന്നാലും അവിടുത്തെ വൈദ്യന്മാർ ഫോട്ടോയെടുത്ത് ഫേസ്ബുക്കിലിടും. മലയാറ്റൂർ ചെന്നപ്പോൾ വണ്ണം 5 കിലോ കൂടിയിട്ടുണ്ട്. മരുന്ന് ഫലിക്കുന്നതാണ് എന്നാണ് കക്ഷി പറഞ്ഞത്. വീട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ വണ്ണം കൂടിയിട്ടുമില്ല. ഇത്തരത്തിൽ മനുഷ്യരെ പറ്റിക്കുന്നവരാണ്. BAMS പാസ്സായവരെക്കുറിച്ചല്ല ഞാൻ പറയുന്നതെന്നും മറിച്ച് പാരമ്പര്യ വൈദ്യന്മാരെക്കുറിച്ചാണെന്നും സലീം കുമാർ പറഞ്ഞു. വൃഷണത്തെ കിഡ്നി എന്ന് പോലും പറയുന്നവരുണ്ട്. ഇതൊന്നും അറിയാത്തവരിൽ നിന്നാണ് ലിവർ സിറോസിസിന് ചികിത്സയ്ക്ക് പോയത്. ഇംഗ്ലീഷ് മരുന്ന് പേടിയായിട്ട് എവിടെയൊക്കെ തട്ടിപ്പുണ്ടോ അവിടെയെല്ലാം താൻ പോയിട്ടുണ്ടെന്നും മറ്റൊരാൾക്കും തന്റെ അനുഭവം ഉണ്ടാവാതിരിക്കാനാണ് തുറന്നു പറയുന്നത് എന്നുമാണ് ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത്. സലീം കുമാർ തന്റെ ജീവിതം കൊണ്ട് നമുക്ക് നൽകിയ ഏറ്റവും വലിയൊരു മുന്നറിയിപ്പ് കൂടിയാണിത്. അസുഖങ്ങൾ വരുമ്പോൾ ഭയത്തിന്റെ പുറത്തോ മറ്റുള്ളവർ പറയുന്നത് കേട്ടോ ഒരിക്കലും ഇത്തരം തട്ടിപ്പുകാരുടെ അടുത്ത് പോയി സ്വന്തം ജീവൻ കളയാതിരിക്കുക. ശാസ്ത്രീയമായ ആധുനിക വൈദ്യശാസ്ത്രത്തെ വിശ്വസിക്കുക. ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്.